Lesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. കൊണ്ടോട്ടി കോഓപ്പറേറ്റീവ് കോളേജിന്റെ 25 വർഷക്കാലത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയപ്പോൾ കൊണ്ടോട്ടി കണ്ടത് മഹാസംഗമം. കൊണ്ടോട്ടിയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ നിർണായക പങ്കുവഹിച്ച സ്ഥാപനമാണ് ഈ സഹകരണ കലാലയം. മാപ്പിള കലാ അക്കാദമിക്ക് സമീപത്തെ കോളേജിൽ നടന്ന സംഗമം കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാൻ UK മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. പഠിച്ച ഒരു സ്ഥാപനത്തിലുള്ള കുട്ടികളൊന്നും ഒത്തുകൂടായിരുന്നു. കാരണം ആ സമയത്ത് നമ്മളൊക്കെ പങ്കുവെച്ച അല്ലെങ്കിൽ അന്ന് കൂടിച്ചേർന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് ഇപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കൂടിയിരിക്കുമ്പോൾ അയവിറക്കുമ്പോൾ ജീവിതത്തിൽ കിട്ടാത്ത പല സന്തോഷങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ. അതാണ് ഈ പൂർവ്വ വിദ്യാർത്ഥികളെ കൂടുമുണ്ടാവുന്ന സംഭവം. ഒരുപക്ഷെ നിങ്ങൾക്ക് അലുമിനി ചെയർമാൻ ഹബീബ് റഹ്മാൻ തുറക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് CP നിസാർ സ്വാഗതവും മുഹ്യുദ്ദീൻ കൊണ്ടോട്ടി നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥിയായ യുവ എഴുത്തുകാരൻ ഷരീഫ് അരിമ്പ്രയുടെ കഥാസമാഹാരമായ കാഫില എന്ന പുസ്തകം ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് PK പാറക്കടവ് നിർവഹിച്ചു. പാമ്പോടൻ അബൂബക്കർ പുസ്തകം ഏറ്റുവാങ്ങി. വളരെ വിഭിന്നമായ ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഒരു ത്രോ എവേ കൾച്ചറാണ്. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ മുദ്രാവാക്യം. എല്ലാം ഉപയോഗിച്ച് വലിച്ചെറിയേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയും ഒരു കാലവുമാണ് ഇന്നുള്ളത്. ആ ഒരു കാലത്ത് നിന്നുകൊണ്ട് വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരു കൂടുകൾ നാളേക്കില്ല എന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തില് അങ്ങനെ എല്ലാം വലിച്ചെറിയപ്പെടേണ്ടതല്ലെന്നും സ്നേഹവും ദയവും അതുപോലെ തന്നെ സൗഹൃദവും ഒക്കെ എക്കാലവും നിലനിൽക്കുന്ന ഒന്നാണെന്നും ഈ കൂടിച്ചേരൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൂടി പറയാതെ പറയുകയാണ് ഈ കൂടിച്ചേരൽ. ഈ ഷരീഫ് അരിമ്പ്ര മാത്രമല്ല, ഏതെഴുത്തുകാരനും, ഞാനടക്കമുള്ള ഏതെഴുത്തുകാരനും എന്തിനെഴുതുന്നു എന്ന് ചോദിച്ചാൽ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഒരെഴുത്തുകാരൻ ഒരെഴുത്തുകാരി എഴുതുന്നത്. കുറെ കൂടി സൗഹൃദമുള്ള ഒരു ലോകം, സ്ത്രീകളോട്, ദളിതരോട്, ന്യൂനപക്ഷങ്ങളോടൊക്കെ നീതി പുലർത്തുന്ന ഒരു നല്ല ലോകം സ്വപ്നം കാണുന്നത് കൊണ്ടാണ് ഒരു എഴുത്തുകാരൻ എഴുത്തുകാരി തൂലിക കയ്യിലെന്തുന്നത്. നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് ഏത് നല്ല രചനകളുടെയും ഈ ലക്ഷ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന കാഫില എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ കഥാസമാഹാരം തന്നെ നല്ല മികച്ച കഥകളുടെ ഒരു സമാഹാരമാണ്. ഈ പ്രകാശനം യഥാർത്ഥത്തിൽ പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ പുസ്തകം വായിക്കണം. അതോടുകൂടി മാത്രമേ പ്രകാശനം പൂർണ്ണമാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനസ് മുക്കണ്ണൻ, നജ്മുദ്ദീൻ കൊണ്ടോട്ടി, രമേഷ് കുമാർ കൊണ്ടോട്ടി, അഫ്സൽ കൊണ്ടോട്ടി, സുമേഷ് അരിമ്പ്ര, സുരേഷി നായർ, ബുള്ളറ്റ് മാനു തുടങ്ങിയവർ പങ്കെടുത്തു. വർണ്ണാഭമായ പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പട്ടുറുമാൽ ഫെയിം മെഹറിന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമിനു ശേഷം ലിറ്റിൽ മാസ്റ്റർ ആമിന മീവയുടെ നിറപ്പകിട്ടാർന്ന സംഗീത പരിപാടിയും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, എയർ 1.